രണ്ട് ഭാര്യമാരുള്ള ഒരുവൻ ഒരു ഭാര്യയെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഏത് ഭാര്യയെ ഉപേക്ഷിക്കും? ആദ്യ ഭാര്യയോ രണ്ടാം ഭാര്യയോ? ഇതൊരു വലിയ ചോദ്യമാണ്, ഒരു പ്രഹേളികയാണ്. ഏതാണ്ട് സമാനമായ ഒരു കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി നേരിടുന്നത്. അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളെ വരിച്ചിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിലെ ഫലം പ്രതീക്ഷിച്ചു നിൽക്കുന്നു, മറ്റു മണ്ഡലം വോട്ടിന് പോകുന്നു. വയനാട് മണ്ഡലം ഓൾറെഡി ഏതാണ്ട് രാഹുൽ ഗാന്ധി സ്വന്തമാക്കിയ ഒരു രീതിയിലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലും അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അവിടെയും ജയിച്ചു വന്നാൽ, ഇതൊരു ഊഹക്കണക്കാണ്, അവിടെയും ജയിച്ചു വന്നാൽ ഏത് മണ്ഡലമാകും ഉപേക്ഷിക്കുക? നിയമമനുസരിച്ച്, ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം. പക്ഷേ രണ്ടിടത്തും വിജയിക്കുകയാണെങ്കിൽ ഒരു മണ്ഡലം മാത്രമേ നിലനിർത്താനാവൂ. മറ്റ് മണ്ഡലത്തിൽ നിന്നും രാജിവെക്കേണ്ടതുണ്ട്, MP സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഇപ്പൊ ഇവിടെ ചോദ്യം, വയനാടാണോ റായ്ബറേലിയാണോ രാഹുൽ ഗാന്ധി ആത്യന്തികമായി നിലനിർത്താൻ സാധ്യതയുള്ള മണ്ഡലം? ജയിക്കുകയാണെങ്കിൽ, റായ്ബറേലിയിൽ പരാജയപ്പെടുകയാണെങ്കിലോ വയനാട് പരാജയപ്പെടുകയാണെങ്കിലോ രണ്ടിടത്തും പരാജയപ്പെടുകയാണെങ്കിലോ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഏതാണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നു, വയനാട് മണ്ഡലം തീർച്ചയായും രാഹുൽ ഗാന്ധി ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞ മട്ടാണ്. റായ്ബറേലിയിലെ പ്രവചനം അസാധ്യവുമാണ്. അതുകൊണ്ട് റായ്ബറേലിയിൽ വിജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലം, വയനാട് മണ്ഡലം ഉപേക്ഷിക്കുമോ? കഴിഞ്ഞ ആഴ്ച വരെ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്, എനിക്ക് മറ്റൊരു മണ്ഡലം ആവശ്യമില്ല, ഇവിടെ സംതൃപ്തനാണ് ഞാൻ, കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ ഞാൻ സംതൃപ്തനാണ്, ഉപേക്ഷിക്കില്ല എന്ന ഒരു വാചകമാണ് അദ്ദേഹത്തിൽ നിന്നും. അദ്ദേഹം വളരെ റിലക്റ്റന്റ് ആയിരുന്നു എന്ന രീതിയിലാണ് എല്ലാ റിപ്പോർട്ടുകളും. അത് മുഖവിലേക്ക് എടുത്താൽ പിന്നെ എന്തിനാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നത്? അതിനുള്ള ഉത്തരവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകും. എന്താണ്? ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചില്ല എങ്കിൽ ഒരു നേതാവിന് ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ ഉണ്ടാവില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ആകാശവുമായി കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും എടുത്തു കാട്ടുമ്പോൾ അത് വടക്ക് തെക്ക് പ്രദേശങ്ങളിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു മാസ്മര വിദ്യയുള്ള നേതാവായി അദ്ദേഹത്തെ കാണേണ്ടതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ ഒരു മണ്ഡലത്തിൽ കൂടെ മത്സരിക്കുന്നത്. ഇനി രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചു കഴിഞ്ഞു എന്ന് കരുതുക. ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ റായ്ബറേലിയിൽ മത്സരിക്കുന്നത്. തോക്കാനൊരു സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിന്റെ കണക്കുകൂടലുണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വം തേടി റായ്ബറേലിയിലേക്ക് പോകണ്ടല്ലോ, അമേഠിയിൽ പോയാൽ മതിയല്ലോ. റായ്ബറേലി തെരഞ്ഞെടുത്തത് അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കാവുന്ന സാഹചര്യമാണ്. സമാജ്വാദി പാർട്ടിക്കും ശക്തമായ വേരുകളുള്ള മണ്ഡലത്തിൽ ജയിച്ചു വരും എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും സുരക്ഷിതമായ ഓപ്ഷൻ എന്ന് പറയുന്നത് വയനാട് മണ്ഡലം കൈവിടുകയാണ്. ഇവിടെയാണ് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച ശ്രീമതി ആനി രാജ, CPI സ്ഥാനാർത്ഥി ആനി രാജയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ആനി രാജ മാധ്യമങ്ങളുടെ മുമ്പിൽ ചോദിച്ചു, വളരെ ഒരു ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്, എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഇത് സംവിധായകരോട് പറഞ്ഞില്ല? എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ കൂടെ മത്സരിക്കാൻ പദ്ധതിയുണ്ട്, നിങ്ങൾ എന്നെ ഇവിടെ ഒന്ന് സഹായിക്കണം. അതായത് ഒരു ഭാര്യ നിലനിൽക്കെ ഒരു ഭാര്യയെ ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ ആദ്യ പെൺകുട്ടിയോട് പറയണ്ടേ, എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായും ബന്ധമുണ്ട്, ഞാൻ അവളെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയേണ്ട പോലെയുള്ള ധാർമ്മികത എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കാട്ടിയില്ല? വയനാട്ടിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് നൽകിയില്ല എന്ന നൈതികമായ ചോദ്യം ശ്രീമതി ആനി രാജ ഇവിടെ ചോദിക്കുന്ന പ്രസക്തമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, കോൺഗ്രസ് പാർട്ടി ഈ ഡൈനാസ്റ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഫാമിലി പിന്തുടർച്ചാവകാശ കുടുംബാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പരിഹസിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷികൾക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയും പല സ്ഥാനാർത്ഥികളും ആ പിതാവിൽ നിന്നും മകനിലേക്ക് അധികാരം കൈവന്ന ആളാണ്. അത് മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ആയിക്കൊള്ളട്ടെ, മറ്റ് ഒരുപാട് നൂറുകണക്കിന് എക്സാമ്പിൾസ് പറയാനുണ്ടാവും. അതിനൊരു അപവാദമൊന്നുമില്ല. അത് മാത്രമല്ല, ഗാന്ധി നെഹ്റു ഫാമിലിയിൽ ഓൾറെഡി ഒരാൾ രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞു. സോണിയാഗാന്ധി റായ്ബറേലി ഉപേക്ഷിച്ച്, ലോക്സഭ ഉപേക്ഷിച്ച് രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിക്ക് കൂടി മത്സരരംഗത്ത് വരാനുള്ള ഒരു അവകാശമുണ്ടോ, അതിന്റെ ആർജവമുണ്ടോ, അതിനുള്ള താല്പര്യമുണ്ടോ, അതെങ്ങനെയാണ് സംവിധായകരെടുക്കുന്നത് എങ്ങനെയാണ്? കുടുംബാധിപത്യത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ നാളുകളിൽ ഒരുപക്ഷെ അതിനൊരു തടയിടാൻ വേണ്ടി ആയിരിക്കണം തൽക്കാലത്തേക്ക്
പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് വേണ്ട എന്ന തീരുമാനം കുടുംബപരമായി എടുത്തിരിക്കാനാണ് സാധ്യത. സോണിയാഗാന്ധിയുടെ കൂടെ പ്രേരണയാൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തീരുമാനിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളിൽ വന്നത് എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നതെങ്കിലും ഒരുപക്ഷെ കുടുംബപരമായി എടുത്തിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. തൽക്കാലം പിന്തുടർച്ചാവകാശിയായി ശ്രീ രാഹുൽ ഗാന്ധി വരട്ടെ. പ്രിയങ്ക ഗാന്ധി പ്രചരണ രംഗത്ത് പ്രചണ്ഡമായി മുന്നേറട്ടെ. ഏറ്റവും വലിയ ഒരു പ്രചരണായുധമായി, കോൺഗ്രസിന്റെ കുന്തമുനയായി, മോദിക്കെതിരെ അതിശക്തയായ വനിതാ നേതാവായി ഭാവിയിൽ ഉയർത്തിക്കാട്ടാൻ പ്രിയങ്ക ഗാന്ധിയെങ്കിലും ഉണ്ടാകണമല്ലോ. ഇപ്പോൾ മത്സരിച്ച് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു തുറുപ്പ് ചീട്ടാകണം ശ്രീമതി പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന ഒരു ചിന്തയാകണം കോൺഗ്രസിന് ഭരിക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് അവസരമുണ്ട്. റായ്ബറേലി സീറ്റാണ് രാഹുൽ ഗാന്ധി കൈവിടുന്നതെങ്കിൽ അവിടെ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ഇന്നത്തെ നിലയിൽ സാധ്യതയില്ല. ആരും മത്സരിച്ചാലും റായ്ബറേലിയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റായ്ബറേലിയിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ളൂ. മറ്റേത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും അത് ജനങ്ങളോടുള്ള അവഹേളനമായി മാത്രമേ റായ്ബറേലിയിലെ സംവിധായകർ കാണുകയുള്ളൂ. അത് മാത്രമല്ല, ഇനി വയനാട് മണ്ഡലമാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും വയനാട്ടിലെ നല്ലവരായ സംവിധായകരും ഒരുപക്ഷെ അത്രയ്ക്കൊരു ഈഗോയുടെ വിഷയമായി എടുക്കില്ല. കാരണം വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന രൂപത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യയിൽ BJPയോട് മുട്ടി നിൽക്കേണ്ടത് കൊണ്ട് തെക്കേ ഇന്ത്യയിൽ ഗാന്ധി നെഹ്റു ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഒരാൾ വന്നോട്ടെ, അത് പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ തെറ്റില്ല. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വെക്കേറ്റ് ചെയ്യുന്നത് വയനാട് സീറ്റാണെങ്കിൽ അവിടെ മത്സരിക്കാൻ എല്ലാ സാധ്യതയും കാണുന്നു. ഇതെല്ലാം തന്നെ നാളുകളിൽ നടക്കേണ്ട കാര്യമാണ്. 100% വ്യക്തമായി ആർക്കും പ്രവചിക്കാനാവാത്ത കാര്യമാണ്. സാധ്യതാപരമായി ശ്രീമതി പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലോ അല്ല എങ്കിൽ വയനാടോ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആ ഓപ്ഷൻസ് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആകപ്പാടെ ഉയരുന്ന ചോദ്യം, അസുഖകരമായ ഒരു ചോദ്യം, സംവിധായകരോട് കാട്ടുന്ന ഈ പരീക്ഷണം, ഒരു തെരഞ്ഞെടുപ്പൊക്കെ മനഃപൂർവ്വമായ ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ സംവിധായകരെ ഒരിക്കൽ കൂടി പോളിംഗ് ബൂത്തിൽ എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെയൊക്കെ വെറും ഒരു പ്രഹസനമാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഇത് നല്ലതാണോ? പക്ഷേ ജനപ്രാതിനിധ്യ നിയമം അനുവദിക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് വ്യത്യസ്തമായ സമ്മിശ്രമായ വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.